ആദ്യത്തെ സിനിമ എടുത്തു എന്നതൊഴിച്ചാൽ ദാദാ സാഹിബ് ഫാൽക്കെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ മോഹൻലാലിനെ കുറിച്ച് ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഫാൽക്കെയ്ക്ക് ഒരു മോഹൻലാൽ പുരസ്കാരം കൊടുക്കാവുന്നതാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ എക്സ്പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിലാണ് ചർച്ചയായത്. ആരാണ് യഥാർത്ഥത്തിൽ ദാദാ സാഹിബ് ഫാൽക്കെ? ദുന്ദുരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്ന ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ഇതിഹാസ കലാകാരനാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച ഫാൽക്കെയ്ക്ക് പെയിന്റിംഗിലും നാടകാഭിനയത്തിലും മാജിക്കിലും ഒക്കെയായിരുന്നു താല്പര്യം. 1910 നിശബ്ദ ചിത്രം ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് യാദൃശ്ചികമായി കണ്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു. ആ സിനിമ കണ്ട് വളരെയധികം വികാരഭരിതനായ ഫാൽക്കെ ഇന്ത്യൻ സംസ്കാരത്തെയും പുരാണങ്ങളെയും ചലച്ചിത്ര സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്നത് തന്റെ ദൗത്യമായി കണ്ടു. ഒരു പ്രാദേശിക ബിസിനസ്സുകാരിൽ നിന്ന് വായ്പയെടുത്ത ശേഷം 1912 ബ്രിട്ടീഷ് പൈനിയർ ചലച്ചിത്ര നിർമ്മാതാവ് സെസിൽ ഹെപ്വർത്തിൽ നിന്ന് ക്രാഫ്റ്റ് പഠിക്കാൻ ലണ്ടനിലേക്ക് പോയി. വില്യംസൺ ക്യാമറയും കൊടക് ഫിലിമുമായി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. പണം കടം വാങ്ങിയും ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചും പടം പിടിക്കാനിറങ്ങി. ഒട്ടേറെ പരീക്ഷണങ്ങളുടെയും നിസ്സഹായതയുടെയും ഒടുവിൽ സ്വന്തം മകനെ തന്നെ മുഖ്യ കഥാപാത്രമാക്കി അദ്ദേഹം രാജാ ഹരിശ്ചന്ദ്ര എന്ന ആദ്യ സിനിമ എടുത്തു. അങ്ങനെ ദാദാ സാഹിബ് ഫാൽക്കെ എന്ന വ്യക്തിയുടെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഒപ്പം സിനിമ എന്ന സ്വപ്നവും ചേർന്നപ്പോൾ 1913 മെയ് 3 ഇന്ത്യയിലെ സിനിമ എന്ന വിപ്ലവം പിറന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് രാജാ ഹരിശ്ചന്ദ്ര. രാജാ ഹരിശ്ചന്ദ്രയ്ക്ക് ശേഷം ഫാൽക്കെയിൽ നിന്നും 95 ചിത്രങ്ങളും ഗുരു ദ്രോണാചാര്യ, സത്യവാൻ സാവിത്രി, കബീർ കമാൽ തുടങ്ങി 26 ഹ്രസ്വചിത്രങ്ങളും പിറന്നു. മിക്കവയും പുരാണ കഥകളെ പ്രമേയമാക്കിയതാണ്. ഫാൽക്കെ ചെയ്ത മാന്ത്രികത പരീക്ഷിക്കാൻ പിന്നാലെ വന്നവരും ശ്രമം തുടങ്ങി. അതിന്റെ പ്രതിഫലനങ്ങൾ ബോംബെ, കൊൽക്കത്ത, പൂനെ തുടങ്ങിയ നഗരങ്ങളിലേക്കും വ്യാപിച്ചതോടെ ഇന്ത്യൻ സിനിമ അതിന്റെ ശൈശവത്തിൽ നിന്നും വളർച്ച തുടങ്ങി. അദ്ദേഹത്തിന്റെ 100ാം ജന്മദിന വാർഷികത്തിൽ, അതായത് 1969 മുതലാണ് സിനിമാ മേഖലയിലെ അതിവിശിഷ്ട ബഹുമതിയായി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി രാജ്യം കലാകാരന്മാരെ ആദരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതയെന്നറിയപ്പെടുന്ന ദേവിക റാണിയായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ആദ്യ ജേതാവ്. 2004 വിസ്തൃത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിച്ചതിനു ശേഷം മലയാളത്തിൽ നിന്ന് ഈ പരമോന്നത ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വമാണ് മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് വിവിധ മേഖലകളിൽ മോഹൻലാൽ നൽകിയ അതുല്യമായ സംഭാവനകളെ കണക്കിലെടുത്താണ് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്.